കനത്ത മഴയിൽ വർക്കല ക്ലിഫ് ഇടിഞ്ഞു. അമൽ തേരമ്പറമ്പിൽ അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, വലിയ തോതിലുള്ള വലിയ അപകട ഭീഷണിയുള്ള സാഹചര്യമുണ്ടോ അവിടെ? അത് ക്ലിഫിന്റെ പരിസരത്തും അതോടൊപ്പം തന്നെ പാപനാശത്തെ ബലിമണ്ഡപത്തിന് സമീപത്തുമാണ് മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ക്ലിഫിൽ കഴിഞ്ഞ ദിവസം തന്നെ വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടായിരുന്നു. അല്പം മുമ്പ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട വാർത്ത റിപ്പോർട്ട് ചെയ്ത സ്ഥലം ബലിമണ്ഡപത്തിന് സമീപമാണ്. അവിടെ ബലിമണ്ഡപത്തിന് പുറകിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് താൽക്കാലികമായി അവിടുത്തെ ബലിതർപ്പണ ചടങ്ങുകളടക്കം നിർത്തിവെച്ചിട്ടുണ്ട്. ഇനി ആ മണ്ണ് മാറ്റി പ്രശ്നം പരിഹരിച്ചാൽ മാത്രമേ ബലിതർപ്പണ ചടങ്ങുകൾ പുനരാരംഭിക്കൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ദേവസ്വം ബോർഡ് അധികൃതരുടെ അടക്കം ഇടപെടൽ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ബിജോയ് MLA അടക്കമുള്ളവർ അവിടെ വന്ന് പോവുകയും ചെയ്തിരുന്നു. എത്രത്തോളം വലിയ ഒരു ഭീഷണിയാണ് ഈ പ്രദേശം നേരിടുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. താഴെ കാണുന്ന കടൽ, അതോടൊപ്പം തന്നെ അതിന് തൊട്ട് ചേർന്നുള്ള വലിയ കുന്നാണ്, നല്ല ഉയരത്തിലുള്ള കുന്നാണ്. അത് തീർത്തും ബലമില്ലാത്ത കുന്ന്. ആ കുന്നിൻ്റെ പല ഭാഗങ്ങളായി ഇടിയുന്നു. കഴിഞ്ഞ ദിവസം 6 മീറ്ററോളം ദൂരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതിന് തൊട്ട് മുൻപിലായുള്ള സ്ഥലം ഇടിഞ്ഞു പോയത്. അതിന് പിന്നാലെ ഇവിടെ ആളുകൾക്ക് അവിടേക്ക് പ്രവേശനം അടക്കം നിരോധിച്ചുകൊണ്ട് ഇവിടെ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അനധികൃത നിർമ്മാണങ്ങൾ അടക്കം ഒഴിപ്പിക്കുന്നതിനുള്ള ഇടപെടലുമായി നഗരസഭയും മുന്നോട്ട് പോവുകയാണ്. ഇതിന് സമീപ പ്രദേശങ്ങളിലായി ചില നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റും നടന്നിരുന്നു. അതോടൊപ്പം തന്നെ ഈ ബോർഡുകളും മറ്റുമൊക്കെ സ്ഥാപിക്കുന്നത് അടക്കം ഈ മണ്ണിനെ ദുർബലപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് നഗരസഭയുടെ വിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ നടപടികളുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെയുള്ള ആളാണ്. ഈ പ്രദേശത്തേക്ക് വിനോദസഞ്ചാരികളടക്കം നിരവധി ആളുകൾ കടന്നു വരുന്ന സ്ഥലങ്ങളുണ്ട്. അതിനാൽ തന്നെ അവർ അറിയാതെ പോയി അപകടത്തിൽപ്പെടരുത് എന്നുള്ളത് കണക്കാക്കിക്കൊണ്ടാണ് ഇത്തരം സുരക്ഷാ ബോർഡുകളും മുന്നറിയിപ്പുകളും എല്ലാം ഉള്ളത്. ഈ നിൽക്കുന്ന ഹെലിപ്പാഡിനടക്കം ഭീഷണി ഉണ്ടാക്കും വിധത്തിലാണ് ഇപ്പോഴത്തെ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. നമുക്ക് താഴെ കടപ്പുറത്തെ ദൃശ്യങ്ങളിലേക്ക് നോക്കിയാൽ അവിടെ നിൽക്കുന്ന ആളുകളെ കാണാൻ പോലും കഴിയാത്ത അത്ര വിധത്തിൽ ചെറുതാണ് ആളുകൾ. അത്രയ്ക്കും ഉയരം ഈ കുന്നിനുണ്ട്. അതിനാൽ തന്നെയാണ് ഈ പ്രതിസന്ധി നേരിടുകയും ചെയ്യുന്നത്. തൊട്ട് താഴെയൊക്കെ വിനോദസഞ്ചാരികളടക്കം നിരവധി ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ്. അപ്പോൾ മണ്ണിടിച്ചിലേക്ക് തുടർച്ചയായി ഉണ്ടാകുകയാണെങ്കിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. വിനോദസഞ്ചാരികൾക്കടക്കം ഇവിടേക്കുള്ള വരവ് നിർത്തേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകും. മഴ പെയ്യുമ്പോൾ, ശക്തമായ മഴ പെയ്യുമ്പോൾ ഇടിഞ്ഞു വീഴാൻ പരുവത്തിനാണ് നമ്മുടെ ഈ തൊട്ട് മുൻഭാഗത്തുള്ള കുന്നടക്കം ഇരിക്കുന്നത്. അവിടെ ഇടിഞ്ഞ് രണ്ടായിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും നല്ലൊരു മഴ പെയ്താൽ അപ്പോൾ തന്നെ താഴേക്ക് പതിക്കാവുന്ന വിധത്തിൽ വിണ്ട് കീറി ഇവിടെ മണ്ണിരിക്കുന്ന അത്ര വലിയ ഭീഷണി ഈ പ്രദേശം നേരിടുകയാണ്. എന്തായാലും ആളുകളെ ഇവിടേക്ക് കടത്തിവിടുന്നില്ല എന്നുള്ളതിനാൽ തന്നെ വലിയൊരു അപകട സാധ്യതയില്ല. പക്ഷേ ഈ ബലിതർപ്പണം നടക്കുന്ന പ്രദേശത്താണ് എങ്കിൽ ആളുകൾ നിരന്തരമായി വന്നു പോകുന്നതാണ്. അതിനാൽ തന്നെ അവരെ ബലിതർപ്പണ ചടങ്ങിനായി എത്തുന്ന ആളുകളാണ്. പുറത്തുനിന്നടക്കം ആളുകൾ അവിടേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അവിടെ വേഗത്തിൽ തന്നെ ആ പ്രതിസന്ധി മറികടന്നുകൊണ്ട് ബലിതർപ്പണത്തിനുള്ള ഞാൻ അമലിലേക്ക് തിരികെ വരാം. ഇപ്പോൾ ജോയ് MLA പ്രതികരണം നമുക്ക് ലഭ്യമാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ടതിന് ശേഷം അമലിലേക്ക്. ടെക്നോളജി ഉപയോഗിച്ച് അതിനെ ഒന്ന് ഉറപ്പിച്ചു നിർത്താനുള്ള ഒരു മാർഗം ഉണ്ടായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ല ഇത്രയും വലിയ ഹൈറ്റിൽ മതിലൊന്നും കെട്ടി നമുക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യമല്ല. പിന്നെ മുകളിൽ പ്രഷർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. അതിന്നിപ്പോൾ മുനിസിപ്പാലിറ്റി അത്തരം കാര്യങ്ങൾ കുറച്ച് വരുന്നത്. ഇപ്പോൾ ഈ ഭാഗത്തൊന്നും പ്രഷറില്ല, പക്ഷെ പല ഭാഗത്തും ഈ കടകൾ മറ്റൊക്കെ വെക്കുന്നതിനെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങളുണ്ട്. അത് ഒഴിവാക്കുന്നതിനും കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിനും മുനിസിപ്പാലിറ്റി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അമൽ തേരമ്പറമ്പിൽ തുടരുന്നുണ്ട്. അമൽ, എന്തായാലും അവിടത്തേക്ക് ആളുകളെ കയറ്റിവിടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. പക്ഷേ കൃത്യമായ പരിശോധന വേണ്ടിവരും അല്ലേ? ഈ മഴ കഴിഞ്ഞാലും അവിടുത്തെ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ, മണ്ണിന്റെ ഉറപ്പ് സംബന്ധിച്ച്. ഇപ്പോൾ എന്തായാലും ബലിതർപ്പണം നടക്കുന്ന സ്ഥലത്തേക്ക് ആളുകളെ കടത്തിവിടുന്നില്ല. ബലിമണ്ഡപത്തിൽ ബലിതർപ്പണം തൽക്കാലം ഉണ്ടാകില്ല എന്നുള്ളതാണ് അറിയിക്കുന്നത്. രാവിലെ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകൾ എത്തി ബലിതർപ്പണം നിർത്തിവെക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടും ദേവസ്വം ബോർഡിന് നിർദ്ദേശമില്ലാതെ അത് നടപ്പാക്കാനാകില്ല എന്നുള്ളതായിരുന്നു അവിടുത്തെ അധികൃതർ പറഞ്ഞത്. പക്ഷേ അതിനുശേഷം പിന്നീട് ഇടപെടലുണ്ടായി. അവിടെ ബലിതർപ്പണ ചടങ്ങുകൾ തൽക്കാലം മണ്ഡപത്തിന് സമീപത്തെ ബലിതർപ്പണ ചടങ്ങുകൾ നിർത്തിവെച്ചിട്ടുണ്ട്. ഇപ്പോൾ കടപ്പുറത്ത് മാത്രമാണ്, പാപനാശം ബീച്ചിന് സമീപത്തായുള്ള സ്ഥലത്ത് മാത്രമാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത്. ആളുകളെ വിടുന്നില്ല എന്ന് പറയുമ്പോൾ പോലും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഈ മതിൽ കെട്ടി, കമ്പിവേലി കെട്ടി തിരിച്ചിരിക്കുന്നത് കാണാം. ഇത് ഇവിടേക്ക് ആളുകളെ കടത്തിവിടാതിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ കമ്പിവേലി താഴേക്ക് പോകാൻ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് പോലും ഏകദേശം ഒരു മീറ്റർ ദൂരം പോലും ഇല്ല. അതിന് താഴേക്കുള്ള സ്ഥലങ്ങൾ പൂർണ്ണമായും ഇടിഞ്ഞ് താഴേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ അത് വ്യക്തമാകുമെന്ന് തോന്നുന്നു. വലിയൊരു കുന്നിൻ്റെ ഭാഗം ഇടിഞ്ഞ് താഴേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നത് പോലെ, മരത്തിലൊക്കെ തട്ടി നിൽക്കുന്നത് പോലെയാണ് ആ സ്ഥലം അവിടെ നിൽക്കുന്നത്. അതുകൂടി താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിരവധി
ആളുകളടക്കമുള്ള ഈ വിനോദസഞ്ചാരികളടക്കം വന്നു പോകുന്ന സ്ഥലമാണ്. അവർക്ക് ഇതിനെപ്പറ്റി കൃത്യമായ ധാരണ ഉണ്ടാകണം എന്ന് പോലുമില്ല. അതിനാൽ തന്നെ വലിയൊരു അപകടം ഇവിടെ പതിയിരിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഈ ഹെലിപാഡിന് പോലും ഭീഷണിയാകത്തക്ക വിധത്തിലുള്ള മണ്ണിടിച്ചിലാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇതിന് കൃത്യമായ കാരണം എന്ന് പറയുന്നത് ഈ ഇവിടുത്തെ മണ്ണ് ഏറ്റവും ദുർബലമാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് കാരണം. നേരത്തെ വി ജോയി പറഞ്ഞതുപോലെ ഇത്രയും ഉയരത്തിൽ മതിൽ കെട്ടി സംരക്ഷിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായ ഒരു കാര്യമല്ല. പക്ഷേ ഇത് പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. വർക്കല പാപനാശം ബീച്ചും അതിനോട് ചേർന്ന് കിടക്കുന്ന ഈ കുന്നുകളും ഈ തീരവുമെല്ലാം. അതിനാൽ തന്നെ കേന്ദ്രത്തിൻ്റെ കൂടി ചില ഇടപെടലുകൾ ഉണ്ടായാൽ മാത്രമേ ഈ പ്രതിസന്ധിക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയൂ എന്നുള്ളതാണ് വി ജോയി അടക്കം അല്പം മുമ്പ് ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കി മടങ്ങിയത്. മധു. ശരി, അമലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ട്